ഇന്നൊരു പുതിയ വിഷയമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ കൂടെയുള്ള അതിഥി ചേംബറിൻ്റെ വർക്കിംഗ് പ്രസിഡന്റായ ശ്രീ സുമിത്രൻ ആണ്. തളിപ്പറമ്പ് തീപിടുത്തത്തെ തുടർന്ന് ജില്ലയിൽ ഫയർ എക്സ്റ്റിങ്ഷൻ മിഷൻ വ്യാപാരികൾ സ്ഥാപിക്കണമെന്ന ഒരു വിഷയം വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഫയർ സർവീസിലുള്ളവർ വ്യാപാരികൾക്ക് നോട്ടീസ് നൽകുകയുണ്ടായി. 15 ദിവസത്തിനുള്ളിൽ ഫയർ എക്സ്റ്റിങ്ഷൻ മിഷൻ സ്ഥാപിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ വ്യാപാരികൾക്ക് ഇത് 15 ദിവസമാണ് ഡേറ്റ് കൊടുത്തതെങ്കിലും അവരുടെ അടിയിൽ ഒരു അങ്കലാപ്പുണ്ട്. അവർക്കിത് അറിയുന്നില്ല എങ്ങനെയാണെന്ന്, ഇത് നടപ്പിലാക്കേണ്ടതെന്ന് അവർക്കറിയില്ല. പിന്നെ കച്ചവടം കുറവായതുകൊണ്ട് അവർക്ക് പൈസ ഇല്ലാന്നും 15 ദിവസം കൊണ്ട് പലര് ആശങ്കയിലാണുള്ളത്. അതിന് ചേംബർ വൈസ് പ്രസിഡന്റ് എന്ന നിലക്ക് സുമിത്രന് എന്താണ് പറയാനുള്ളതെന്ന്? നമസ്കാരം. നമ്മൾ ഈ ഫയറുമായി ബന്ധപ്പെടുന്ന വിഷയം ഏതോ കാലഘട്ടം മുതലേ ഉള്ള വിഷയമാണ്. എന്നാൽ നമ്മുടെ മുറ്റത്ത് തളിപ്പറമ്പിൽ തന്നെ ഇങ്ങനെ ഒരു ഭീകരമായിട്ടുള്ളൊരു തീപിടുത്തം വരുമ്പോഴാണ് നമ്മളെ കച്ചവടക്കാർ ഈ കാര്യങ്ങളുമായിട്ട് ബോധവാന്മാരായത്. അപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ ഫയറുമായി ബന്ധപ്പെട്ട ചെറിയ പൈസയെ ഇതിന് കാര്യങ്ങൾക്ക് വരുന്നുള്ളൂ. അപ്പോൾ അത് മുഴുവൻ വ്യാപാരികളും ആ സാധനം വാങ്ങി വെക്കണം. വ്യാപാരികളല്ല, എല്ലാ സ്ഥാപനങ്ങളും, ഇനി വീടുകളിൽ വെക്കുന്നതിലും ഒന്നും പ്രശ്നമില്ല, പക്ഷേ എല്ലാവരും വെക്കണം. നമുക്ക് തളിപ്പറമ്പിൽ അറിയാം, ചെറിയൊരു തീപിടുത്തത്തിൽ നിന്നാണ് ഇത്രയും വലിയൊരു അഗ്നി ഉണ്ടായി കോടിക്കണക്കിന് രൂപ നഷ്ടം വന്നത്. ഒന്നും നമ്മൾ പറയുന്ന പോലെ എല്ലാം തീപിടിച്ച് നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന പോലെ അങ്ങനെയുള്ളൊരു ഗതിയിലാണ് തളിപ്പറമ്പുള്ള വ്യാപാരികളൊക്കെ ഉള്ളത്. അപ്പോൾ മുഴുവൻ വ്യാപാരികളും ഈ മിഷൻ, ഫയർ സേഫ്റ്റി മിഷൻ വാങ്ങി വെക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. അതോടൊപ്പം തന്നെ ഇതിലിപ്പം സമയപരിധി എന്ന് പറയുന്നത് നമ്മൾ പറയൽ ഇന്നെങ്കിൽ ഇന്ന് വാങ്ങി വെക്കുക. ഏത് സമയത്തും നമുക്ക് അപകടം സംഭവിക്കാം. പക്ഷേ എത്രയും പെട്ടെന്ന് ഓരോരോ ആളുകൾക്കും കഴിയുന്നതിൻ്റെ പരമാവധി വേഗത്തിൽ, ഇനി 2 ആഴ്ചയിലെ ഒരു പൈസയുടെ പ്രശ്നമുണ്ടെങ്കിൽ 1 മാസം കഴിഞ്ഞാലും വ്യാപാരികൾ അത് പൂർണ്ണമായിട്ടും അത് വാങ്ങി വെച്ച് ഈ നമ്മുടെ ഇതുപോലുള്ള ഒരു അപകടം വരുന്നതിൽ നിന്ന് നിങ്ങൾ സ്വയം രക്ഷയ്ക്ക് വേണ്ടി അത് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ വിനയപൂർവ്വമുള്ള അഭ്യർത്ഥന. പിന്നെ വ്യാപാരികളും ആശങ്കയിലാണ്. അവർ പറയുന്നത് ചിലവർക്ക് പൈസ ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ ചേംബർ അവരെ ബോധവൽക്കരിക്കുകയോ അല്ലെങ്കിൽ അവർ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയോ ചെയ്യുന്നുണ്ടോ? അല്ല സാമ്പത്തികമായിട്ട് എന്തെങ്കിലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനെ പറഞ്ഞ് ദൂരീകരിക്കുകയോ ചെയ്യാൻ വേണ്ടി ചേംബർ ശ്രമിക്കുന്നുണ്ടോ എന്ന്? ഇതിൽ സാമ്പത്തികത്തിൻ്റെ കാര്യമാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. നമ്മളിതിന് എനിക്ക് തോന്നുന്നു 1100 രൂപയാണ് ഈ സംഗതി, ഈ മെഷീന് വാങ്ങി വെക്കൽ. അതൊരു ദുരന്തം നടന്നു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് എത്രയാണ് എന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. ഇപ്പം എൻ്റെ സ്ഥാപനത്തിൽ ഒരു തീ പിടിച്ചാൽ എൻ്റെ സ്ഥാപനത്തിൽ മാത്രമായി ഒതുങ്ങുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഈ തീരെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. നമ്മളെ സ്ഥാപനം മുഖാന്തരം വേറൊരാളുകൾക്കും നമ്മൾക്കും നമ്മുടെ കുടുംബത്തിനും അനാഥമായി പോകുന്ന വിധത്തിൽ, ജോലിയില്ലാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്ന സംവിധാനത്തേക്ക് എത്താൻ പാടില്ല. നമ്മളെ മാത്രമല്ല, നമ്മുടെ അയൽപക്കത്തുള്ള സ്ഥാപനത്തിനെയും കൂടി സുരക്ഷിതം ആണ് ഈ മിഷൻ, ഫയർ സേഫ്റ്റി മിഷൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പം മുഴുവൻ ആളുകളും പൈസയില്ല എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന സമയത്ത് വാങ്ങുക. ഉള്ളവരെല്ലാം അത് പെട്ടെന്ന് വാങ്ങി വെക്കണം. ഒന്നും ഇല്ലെങ്കിൽ ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് അതാണ്, നമ്മളെ സ്ഥാപനത്തിൻ്റെ സേഫ്റ്റി ആദ്യം മുൻനിർത്തിക്കൊണ്ട്, ഒപ്പം തന്നെ നമ്മുടെ സമീപ പ്രദേശത്തുള്ള നമ്മുടെ മുഖ്യ സ്ഥാപനങ്ങളെ ഒക്കെ നശിക്കുന്ന, അവിടെ ഇപ്പം നമുക്ക് കാണാൻ കഴിഞ്ഞ 100ഓളം സ്ഥാപനങ്ങൾ ഒരു തീപിടുത്തം കൊണ്ട് പോവുകയാണ്. ചെറിയൊരു തീപിടുത്തം വന്നു കഴിഞ്ഞ കാര്യങ്ങൾ പറയാതെ ഇനി വരുന്ന അപകടങ്ങൾ ഇല്ലാതാക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ആണ് നമ്മുടെ ഏറ്റവും വിലപ്പെട്ട വിഷയം. മുഴുവൻ ആളുകളും പറ്റുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് മിഷൻ വാങ്ങി വെച്ചുകൊണ്ട്, ഇപ്പോൾ എനിക്കൊന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നിരന്തരം വ്യാപാരികളുമായി ബന്ധപ്പെടുന്നുണ്ട്. നമ്മൾ തന്നെ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാരുടെ വ്യാപാരികൾ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ നേതൃത്വത്തിൽ അതിൽ ക്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ആളുകൾക്കുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളുകൾ അതുമായി സഹകരിക്കുക. നമ്മളെ കൊണ്ട് വേറൊരാൾക്കും നമുക്കും ബുദ്ധിമുട്ടില്ലാത്ത കാര്യങ്ങൾ, ബുദ്ധിമുട്ട് വരാൻ പാടില്ല എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ചിന്തിക്കണം. ഒരു രീതിയിലും അതുപോലുള്ള അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ പരമാവധി ശ്രമിക്കണം എന്നുള്ള ഇതാണ് എനിക്ക് പറയാനുള്ളത്.
തളിപ്പറമ്പ് അവിടുത്തെ തുടർന്ന് ഫയർ എക്സ്റ്റൻഷൻ മിഷൻ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഫയർ സർവീസിൽ നിന്ന് മെസ്സേജ് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് സ്ഥാപിക്കുന്നത്? അത് നമ്മുടെ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഇപ്പം തീപിടിച്ചതെല്ലാം വൻകിട സ്ഥാപനങ്ങളിലാണ് തീപിടിച്ചത്. അത് പലപ്പോഴും ഷോർട്ട് സർക്യൂട്ടിൻ്റെ ഭാഗമായിട്ടാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇത് നല്ല കാര്യമാണെങ്കിലും നമ്മളിപ്പോൾ ചെറുകിട കച്ചവടക്കാർക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന സമയത്താണ് ഇത് പറയുന്നത്. പക്ഷേ അത് ഈ ഷോർട്ട് സർക്യൂട്ടിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ തീപിടുത്തമാണ് അധികം നടന്നിട്ട്. മറ്റ് നമ്മുടെ കടയിലൊന്നും അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ചിലപ്പോൾ സംഭവിച്ചേക്കാം. ഇത് ഒരടിച്ചേൽപ്പിക്കുന്നതിനോട് നമുക്ക് യോജിപ്പില്ല. കാര്യമായിട്ട് ചെയ്യേണ്ടത് ഷോർട്ട് സർക്യൂട്ട് സംബന്ധമായിട്ട് ഇലക്ട്രിസിറ്റി ബോർഡിൽ ജാഗരൂകരാവുകയാണ് മെയിനായിട്ട് വേണ്ടത്. അത് പലപ്പോഴും വലിയ സ്ഥാപനങ്ങൾ നടക്കുന്നത്. അത് തൊട്ടടുത്തില്ല വലിയ സ്ഥാപനം കെട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും തൊട്ടടുത്തിൽ ചെറിയ കടകളും ബാധകമാകുന്നതുകൊണ്ട് നമുക്കൊരു മുൻകരുതൽ എടുക്കാമെന്നേ ഇല്ല ഇതിൽ. ഇപ്പോൾ പൊതുവെ വ്യാപാരം മാന്ദ്യത്തിൻ്റെ സമയമാണ്. അപ്പോൾ ഒരു സമയബന്ധിതമായി നടപ്പാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കുറച്ച് സമയം തരികയാണെങ്കിൽ നമ്മളത് ചെയ്യാൻ ബാധ്യസ്ഥരായതുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കാം. നമ്മൾ ഇപ്പോൾ ഉള്ളത് പയ്യന്നൂർ സെൻട്രൽ ബസാറിലെ ഗംഗാധര സേനയുടെ മെഡിക്കൽ ഷോപ്പിലാണുള്ളത്. ഈ ഫയർ എക്സ്റ്റൻഷൻ മെഷീൻ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അത് ഫയർ എക്സ്റ്റിങ്ക്വിഷർ എന്ന് പറഞ്ഞാൽ അത് നിർബന്ധമായിട്ടും ഒരു ഷോപ്പിൽ വെക്കേണ്ട ഒരു സാധനമാണ്. അത് മാത്രമല്ല, ഇപ്പോൾ തളിപ്പറമ്പിൽ സംഭവിച്ച അതേപോലെ ഒരു അനർത്ഥം നമ്മുടെ നാട്ടിൽ സംഭവിക്കുകയാണെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പൗരൻ എന്ന രീതിയിൽ അത് ഒഫീഷ്യലായിട്ട് കിട്ടിയ ആ നോട്ടീസ് അത് നമുക്ക് നമ്മളെ കടമയാണ് അത് സ്ഥാപിക്കുക എന്നുള്ളത്. എൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓരോ സ്ഥാപനത്തിലും ഇത് ചെയ്യണമെന്നില്ല ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് മാത്രമല്ല, ഇതിനെപ്പറ്റി ബോധവൽക്കരിക്കണം. മനസ്സിലായില്ല, അത് എന്താണ്, ഇതെങ്ങനെ യൂസ് ചെയ്യുന്നതാണെന്ന് മനസ്സിലായില്ല. അത്ര